യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ജീവിതം അടുത്ത ഗിയറിലേക്ക് മാറുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ അധിക്ഷേപ പരാമർശങ്ങൾ കൊണ്ട് രാഹുൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 2023 ഡിസംബറിലാണ് ആരും നടത്താൻ തുനിയാത്ത ആ പരാമർശം രാഹുൽ നടത്തുന്നത്. ഡിവൈഎഫ്ഐയുടെ ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണത്തിന് പിന്നിൽ അനാശാസ്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. ഞങ്ങളുടെ യൂത്ത് കെയറിന്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ നാളിതുവരെ ഈ കേരള സംസ്ഥാനത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയമവിരുദ്ധമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഡിബേറ്റിലിരിക്കാം. ഡിവൈഎഫ്ഐക്കാരൻ പൊതിച്ചോറിന്റെ മറവിൽ ചെയ്തിട്ടുള്ള നൂറുകണക്കിനായ കൊള്ളരുതായ്മകളെ പറ്റി വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രാഹുലിന്റെ അടുത്ത ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. എടോ പിണറായി വിജയ എന്ന വിളിയും ആഭ്യന്തര വാഴ എന്ന പ്രയോഗവും രാഹുൽ നടത്തി. തന്നെ വ്യാജൻ എന്ന് വിളിക്കുന്നവരെ കളിയാക്കാനും രാഹുൽ മറന്നില്ല. എത്ര പോലീസാണ് അന്വേഷിച്ചത്? ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവന്നില്ലേ? എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു? ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ വ്യാജ 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 എന്ന കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിങ്ങൾക്ക് ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അധിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധ നേടിത്തരുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ അത് തുടർന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂരിലേക്ക് കാറിൽ വരികയായിരുന്ന ഷാഫി പറമ്പിൽ MP-യെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും പരിശോധനകൾ നടത്തുന്ന പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. പരിശോധന നടത്തി. അവരുടെ നേരെയും രാഹുൽ തട്ടിക്കയറി. ഇതിനുള്ള പാരിതോഷികം തരാമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തി. ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട, അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. കേരള രാഷ്ട്രീയത്തിൽ ഒരു നേതാവും പയറ്റാത്ത വാക്പ്രയോഗങ്ങൾ നടത്തി സൈബർ അണികളെ കൂടെ നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുമ്പോൾ ഒരു നേതാവ് എങ്ങനെയാകരുത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സമൂഹത്തിന് മുന്നിൽ തെളിഞ്ഞു കാണുന്നത്.